വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും സിദ്ധു, അതായത് ഉപ്പും മുളകും സീസൺ 2 ഏറ്റവും പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആവേശത്തോടെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റീ എൻട്രിയാണ് സിദ്ധു എന്നൊരു ക്യാരക്ടറുടേത്. അപ്പോൾ അതിൻ്റെ ഒരു റീ എൻട്രിയുടെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് നമുക്കൊന്ന് പറയാണ്ട് എന്താണെന്ന് വെച്ചാൽ, ഉപ്പും മുളകും ഒരു 2-3 മാസം മുമ്പ് വരെ ആഴ്ചയിൽ 6 ദിവസമായിരുന്നു എപ്പിസോഡ്. അതായത് തിങ്കൾ മുതൽ ശനി വരെ എന്ന രീതിക്കായിരുന്നു എപ്പിസോഡ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു 2 മാസം മുമ്പ് അത് മാറ്റിയിട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന രീതിക്കാക്കി. എന്നിട്ട് ശനിയാഴ്ച പ്രൈം ടൈമായ 6:30, അതായത് ഉപ്പുമുളകിനൊപ്പം ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്നത് പ്രൈം ടൈമായ 6:30 എന്ന സമയത്തിനാണ്. അപ്പോൾ ശനിയാഴ്ചത്തെ ആ ഒരു പ്രൈം ടൈം പുതിയൊരു പരിപാടിയിലേക്ക് അവർ കൊടുത്തു. അത് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു 2 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷോ ഒരു സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് അത് അവസാനിക്കാൻ പോവുകയാണ്. ഇതിനും സിദ്ധുവിനുമായിട്ട് എന്താണ് ലിങ്ക് ഉള്ളതെന്ന് ചോദിച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, ആ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ എന്ന ആ ഒരു പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നത് ഡെയ്ൻ ഡേവിസ് ആണ്. അതായത് ഉപ്പുമുളകിലെ സിദ്ധുവായിട്ട് അഭിനയിച്ച ഡെയ്ൻ ഡേവിസ്. അപ്പോൾ ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ ഡെയ്ൻ ഡേവിസിൻ്റെ കോൺട്രാക്റ്റ് ഒഫീഷ്യലി അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി ഉപ്പുമുളകിലോട്ട് സിദ്ധു വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതായത് എത്രയും പെട്ടെന്ന് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടായിരിക്കണം ഇത്ര നാളും വെയിറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് അവസാനിച്ച സ്ഥിതിക്ക് ഇനി ഉപ്പുമുളകിലേക്ക് ഉടൻ തന്നെ സിദ്ധു തിരിച്ചു വരാൻ പോവുകയാണ് എന്നാണ് നമുക്ക് ഒഫീഷ്യലായിട്ട് അവസാനം അറിയാൻ സാധിച്ചത്. നമ്മൾ ഒഫീഷ്യലായിട്ട് ഡയറക്ടറിൻ്റെ അടുത്തും ചോദിച്ചപ്പോൾ മൂപ്പരും അത് തന്നെയാണ് പറഞ്ഞത്, സിദ്ധു ഉടൻ തന്നെ വരാൻ പോവുകയാണ് എന്ന രീതിക്ക്. മാക്സിമം നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ, അതായത് ഈ ആഴ്ചയിൽ തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഈ ആഴ്ചയിൽ ഒരു പടവലം സ്പെഷ്യൽ എപ്പിസോഡ് വരാൻ പോകുന്നുണ്ട്. അതായത് പടവലത്ത് പോയിട്ട് ഇവരെല്ലാവരും ഫുൾ ഫാമിലി ആയിട്ടുള്ള ഒരു എപ്പിസോഡ് വരുന്നുണ്ട്. അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവസാനിച്ചതാണ്. പക്ഷെ അതിൽ ഇതുവരെ സിദ്ധു ജോയിൻ ചെയ്തിരുന്നോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയും ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒരുപാട് ദിവസമായിട്ട് ഒരുപാട് സ്പെഷ്യൽ എപ്പിസോഡുകളിൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. അതായത് ഈ ഡിസംബറിൽ ഏറ്റവും വലിയ സ്പെഷ്യൽ എപ്പിസോഡാണ് ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറയുന്നത്. ആ ഒരു എപ്പിസോഡ് നമ്മൾ സിദ്ധുവിൻ്റെ ഒരു റീ എൻട്രി എക്സ്പെക്ട് ചെയ്തതാണ്. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ ആ ഒരു എപ്പിസോഡിലും സിദ്ധു വന്നിട്ടില്ല. പകരം ആ ഒരു എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് കുട്ടൻപിള്ളയും ശങ്കരണ്ണനും ഭവാനിയമ്മയും ഇവർ മാത്രമാണ്. പുതിയതായിട്ട് എക്സ്ട്രാ ആയിട്ട് കുറേ നാളുകൾക്ക് ശേഷം വരുന്നത് എന്ന് പറയുന്നത് കുട്ടൻപിള്ള മാത്രമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നേരെ പടവലത്തേക്കുള്ള എപ്പിസോഡിലായിട്ടാണ് പോവുക എന്നാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ പോയാൽ ചിലപ്പോൾ ആ ഒരു എപ്പിസോഡുകളിൽ സിദ്ധു വരാനും ചാൻസസ് കൂടുതലാണ്. അങ്ങനെ സിദ്ധു വരികയാണെങ്കിൽ അതൊരു നോർമൽ റീ എൻട്രി ആയിട്ട് ഇരിക്കത്തില്ല, ഒരു സ്പെഷ്യലായിട്ടുള്ള, അതായത് ഒരു സർപ്രൈസ് എൻട്രി ആയിട്ടോ, അതായത് നോർമലായിട്ട് ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് ഒരു ആസ് യൂഷ്വൽ എൻട്രി ആയിരിക്കത്തില്ല എന്നുള്ളത് കൺഫേം ആണ്. കാരണം ഓഡിയൻസ് മാത്രം ഇത്രത്തോളം ഈ വർഷം മൊത്തം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്യാരക്ടർ തന്നെയാണത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർക്ക് ഒരു വെയിറ്റ് ആയിട്ടുള്ളൊരു റീ എൻട്രി മാത്രമേ അവർ കൊടുക്കത്തുള്ളൂ എന്നുള്ളത് കൺഫേം ആണ്. അപ്പോൾ ആ ഒരു റീ എൻട്രി എല്ലാവർക്കും ഒരു ട്രീറ്റ് ആയിരിക്കും എന്നുള്ളത് കൺഫേം ആണ്. ഇനി നമുക്ക് ഒരുപാട് അവർ നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. നിങ്ങൾ സിദ്ധുവിൻ്റെ ഒരു റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.